ഹലോ മക്കളെ, അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ന്യൂറോഗ്ലിയൽ സെൽസ് അല്ലേ, ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. അപ്പോൾ വിഭജനശേഷിയുള്ള കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. അതായത് ദേ ക്യാൻ ഡിവൈഡ്. പക്ഷേ ഇവർക്ക് സ്റ്റിമുലസ് റിസീവ് ചെയ്യാനോ അതുപോലെ തന്നെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനോ പറ്റില്ല അല്ലെ. ഉദ്ദീപനം സ്വീകരിക്കാനോ സന്ദേശത്തെ പ്രസരിപ്പിക്കാനോ കഴിവില്ലാത്ത കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവരുടെ ഫങ്ഷൻസ്? ഒന്ന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യും, എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, ഇമ്പൾസിന്റെ സ്പീഡ് കൂട്ടുക, ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഓൾസോ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കോശങ്ങളാണ് അല്ലെ. നാഡീകോശങ്ങൾക്ക് പോഷണം എത്തിക്കുന്ന, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് നാഡീകോശങ്ങളെ അതായത് നമ്മുടെ ന്യൂറോൺസിനെ സംരക്ഷിക്കുന്ന, ആവേഗ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്ന, പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്ന, മർദ്ദം ക്രമീകരിക്കുന്ന കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. അതായത് നമ്മുടെ ന്യൂറോൺസിന് അതായത് നമ്മുടെ നാഡീകോശങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നവരാണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ തരം ന്യൂറോഗ്ലിയൽ സെൽസ് നമുക്ക് പഠിക്കാനുള്ളത്? എപ്പൻഡൈമൽ സെൽസ് പഠിക്കാനുണ്ട് അല്ലെ. ഇതാണ് എപ്പൻഡൈമൽ സെൽസ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് പഠിക്കാനുണ്ട്, ഷ്വാൻ കോശങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മൈക്രോഗ്ലിയൽ കോശങ്ങൾ പഠിക്കാനുണ്ട്, ആസ്ട്രോസൈറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളോട് എന്താ ന്യൂറോഗ്ലിയൽ സെൽസ്, ഇതിന്റെ ഫങ്ഷൻസ് എന്താണ്, വിവിധ തരം ന്യൂറോഗ്ലിയൽ സെൽസിന്റെ പേര് എഴുതാനൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരൊറ്റ ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോളാം.